പത്തനംതിട്ടയിൽ BJP വിട്ട കാപ്പ പ്രതിക്ക് CPIM അംഗത്വം നൽകിയതിനെ ന്യായീകരിച്ച് മന്ത്രി വീണ ജോർജ്. മുമ്പും തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നവർ അത് ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ചെങ്കൊടി ഏന്താൻ തയ്യാറായത്. ഇക്കാര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും മന്ത്രി പറഞ്ഞു. ഒരു 50-60 ആളുകൾ അവരുടെ പ്രവർത്തിച്ച BJPയും RSSും ഒക്കെ ആയിരുന്നു. ആ പ്രസ്ഥാനങ്ങൾ വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം വന്ന ഒരു സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഞങ്ങൾ കോന്നി MLA ജനീഷ് കുമാറും ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സഖാവ് KP ഉദയഭാനു പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരുവിധ ആശങ്കയുടെ അടിസ്ഥാനമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം, പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ചെങ്കൊടി ഏന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീത്ത്, മുമ്പ് അവർ എങ്ങനെയായിരുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല. തെറ്റുകൾ തിരുത്തി വരുമ്പോൾ അതിനെ അങ്ങനെയാണ് കാണേണ്ടത് എന്ന് നേരത്തെ CPM ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതേ മറുപടി മന്ത്രിയും പറയുന്നു. മന്ത്രി വിശദീകരിക്കുന്നത് എന്താണ് ശ്രീത്ത്? ഇത് തന്നെയാണ് മന്ത്രി വിശദീകരിക്കുന്നത്. അതായത് CPMന്റെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വിശദീകരിക്കുന്ന സമാനമായ വിശദീകരണം തന്നെയാണ്. അത് കാപ്പ കേസ് പ്രതിയാണ് എങ്കിലും അവർ മുൻപുള്ള തെറ്റുകളെല്ലാം തിരുത്തി പ്രസ്ഥാനത്തിലേക്ക് വരികയാണ്. BJP RSS ബന്ധം ഉപേക്ഷിച്ചാണ് വരുന്നത്. എന്തുകൊണ്ട് അവരെ സ്വീകരിച്ചുകൂടാ? BJPയിൽ നിൽക്കുമ്പോൾ വിശുദ്ധനും BJP വിട്ട് പുറത്തു വരുമ്പോൾ ചെകുത്താനുമെന്നൊരു നിലപാട് സ്വീകരിക്കുന്നതെന്നൊരു CPM വിശദീകരണം തന്നെയാണ് വീണ ജോർജ് നടത്തുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വീണ ജോർജാണ്. പക്ഷേ ഈ പരിപാടിയിൽ മുഖ്യ പ്രാസംഗികനായത് CPMന്റെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ്. എന്തായാലും CPM ഈ വിഷയത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കാപ്പ ഇല്ല എന്ന് പറഞ്ഞ CPM പിന്നീട് കാപ്പ കേസിൽ പ്രാഥമിക താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പത്തനംതിട്ട SP അടക്കമുള്ള ഒരു പ്രതികരണം അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ വന്നേക്കാം. ഈ വിഷയത്തിൽ ശരൺ ചന്ദ്രന്റെ പ്രതികരണവും നമ്മൾ തേടുന്നതാണ്. ശരി, ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്.